മധ്യപ്രദേശിൽ ചുമമരുന്ന് കഴിച്ചുള്ള കുട്ടികളുടെ മരണം 20ആയി. 5 കുട്ടികൾ വൃക്ക തകരാറിനെ തുടർന്ന് ചികിത്സയിലാണ്. മരിച്ച 20 കുട്ടികളിൽ 17 പേർ ചിന്നവാഡ, 2 പേർ ബേത്തൂൽ, ഒരാൾ പാണ്ഡൂർണ ജില്ലയിൽ നിന്നുള്ളവരാണെന്നും മധ്യപ്രദേശ് ഉപമുഖ്യമന്ത്രി രാജേന്ദ്ര ശുക്ല അറിയിച്ചു. ചികിത്സയിലുള്ള കുട്ടികളിൽ 2 പേർ നാഗ്പൂർ മെഡിക്കൽ കോളേജിലും 2 പേർ എയിംസിലും ഒരാൾ സ്വകാര്യ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. ഇവർക്ക് മെച്ചപ്പെട്ട ചികിത്സയും സാമ്പത്തിക സുരക്ഷിതത്വവും ഉറപ്പാക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. പനി, കഫക്കെട്ട് എന്നിവയെ തുടർന്ന് കോൾഡ്രിഫ് കപ്പ് സിറപ്പ് കഴിച്ച കുട്ടികളിൽ ഛർദി അനുഭവപ്പെടുകയായിരുന്നു. സെപ്റ്റംബർ 2-നാണ് ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത്. തമിഴ്നാട് കാഞ്ചീപുരത്ത് പ്രവർത്തിക്കുന്ന ശ്രീഷൻ ഫാർമസ്യൂട്ടിക്കൽസ് ആണ് കോൾഡ്രിഫ് കപ്പ് സിറപ്പിന്റെ നിർമ്മാതാക്കൾ. കുട്ടികൾ കഴിച്ച കോൾഡ്രിഫ് കപ്പ് സിറപ്പിൽ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഡൈത്തിലിൻ ഗ്ലൈക്കോൾ 45% അടങ്ങിയിട്ടുണ്ടെന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. തുടർന്ന് മധ്യപ്രദേശ്, രാജസ്ഥാൻ, തമിഴ്നാട്, കേരളം എന്നിവയടക്കം 4 സംസ്ഥാനങ്ങളിൽ കോൾഡ്രിഫ് നിരോധിച്ചിരിക്കുകയാണ്. മധ്യപ്രദേശിൽ കുട്ടികൾക്ക് കോൾഡ്രിഫ് കപ്പ് സിറപ്പ് നിർദ്ദേശിച്ച ഡോക്ടർ പ്രവീൺ സോണിയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. സംഭവത്തിലെ ആദ്യ അറസ്റ്റാണിത്.